ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പത്തനംതിട്ട വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പം ട്രാവലിംഗ് വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. സോ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഇത് നമ്മൾ പത്തനംതിട്ട കോന്നിയിലേക്കാണ് പോയത്. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആന പരിശീലന കേന്ദ്രം ഉണ്ട് കേട്ടോ. ആനക്കൂടെന്ന് പറയും. കോന്നി അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അത്യാവശ്യം നല്ല എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്. കൊച്ചു മക്കളെയും കൊണ്ടൊക്കെ നമ്മൾ പോകണം കേട്ടോ. കുട്ടികളെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവണം. ആനേനെ നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റോടെയാണ് അവൻ നടന്നു പോകുന്നതൊക്കെ കേട്ടോ. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവൻ്റെ അച്ഛനോടും അമ്മയോടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് അവൻ നടന്നു പോണത്. അപ്പോൾ ദൂരെ നിന്ന് ആനനെ കണ്ടപ്പോൾ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവൻ ഓടി സ്പീഡിലാണ് അച്ഛയുടെ അമ്മയുടെ കൂടെ ഓടി അവിടെ കയറിയത്. അവിടെ ചെന്ന് ആ കമ്പിയിലൊക്കെ പിടിച്ചു നിന്ന് എന്തൊക്കെയോ ആനകളോട് പറയുന്നു, ആനയുടെ പാട്ട് പാടുന്നു. ആൾ ഭയങ്കര സന്തോഷമായിരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാൻ വിചാരിച്ചു മോന് നല്ല പേടി ഉണ്ടായിരിക്കും, നല്ല ടെൻഷനായിരിക്കും നേരിട്ട് കാണുമ്പോൾ. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി, എന്തൊക്കെയോ അതിനോട് വർത്താനം പറയുകയാണ്. ദൈവനാണ് കേട്ടോ ഇവിടെ ഇന്നുണ്ടായിരുന്ന കൊമ്പൻ. ആൾ നല്ല ദേഷ്യത്തോടെയാണ് നിന്നത്. എനിക്ക് അടുത്ത് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് കുറച്ച് ക്ലിപ്സ് എടുക്കുമായിരുന്നേ. കുഞ്ഞെന്തൊക്കെയോ അവിടെ നിന്ന് അച്ഛനോടും പറഞ്ഞ് അച്ഛൻ്റെ കൂടെ നിന്ന് ആനനെ കാണുകയാണ് കേട്ടോ. ഈ ആനനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മീന എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. 34 വയസ്സോളം പ്രായമുണ്ട്. ഇവിടെ കൂടുതൽ കുട്ടികളെയും കൊണ്ടാണ് കേട്ടോ ആൾക്കാർ വന്നേക്കുന്നത്. കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അവർക്ക് പെട്ടെന്ന് ഇതൊക്കെ കണ്ടാൽ നല്ല ഇഷ്ടമാവും. നമ്മുടെ മോന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയ മ്യൂസിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അതിനുള്ളിൽ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആനയുടെ രൂപങ്ങളും പിന്നെ അതുപോലെ തന്നെ ആനയുടെ പഴയ ഫോസിലൊക്കെ കളക്ട് ചെയ്ത് വെച്ച് ഒരു മ്യൂസിയം, ചെറിയ മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട്. കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ആനയുടെ വലിയൊരു രൂപമുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് മൃഗങ്ങളുടെയൊക്കെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നതും കുറേ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. ചെറിയൊരു പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോൻ അവിടെ പോയി കുറേ നേരം കളിച്ചു.